ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ്. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പ് വന്നേക്കുന്നത് കുറച്ച് മാങ്ങായിട്ടാണ്. എന്നും ഞാൻ മാങ്ങായിട്ടാണോ വരുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു മാങ്ങാച്ചാറാണ് ഇടുന്നത്. മാങ്ങാപ്പെരൽ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് ഇടുന്നത്. അതും വെറൈറ്റി രീതിയിൽ മാങ്ങ ഒന്ന് ചൂടാക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ളൊരു മാങ്ങാച്ചാറാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ കൊതി വരും, അത്രയ്ക്ക് നല്ല ടേസ്റ്റും മണവും രുചിയൊക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതെങ്ങനെ നമ്മൾ അച്ചാറിടുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1.5 കിലോളം മാങ്ങ എടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ കഴുകി വെള്ളമെല്ലാം തുടച്ച് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഈ മാങ്ങ എല്ലാം ഒന്ന് പൂളി അരിഞ്ഞെടുക്കണം. ഒരേ രീതിയിൽ കനം കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരേ കനമായിരിക്കണം, അതുപോലെ ഒരേ രീതിയിലായിരിക്കും നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഷേപ്പ് ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല, ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിതിൽ പൂളി അരിയുന്ന രീതിയിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്, അത് പൊളിച്ച് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് വറ്റൽമുളകാണ്. ഇത് ചെറുതും വലുതുമായിട്ട് കുറച്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാം തണ്ട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ആ പാത്രത്തിൽ നമുക്ക് ഇളക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ്. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ മാങ്ങ ഒന്ന് ചൂടാക്കത്ത് പോലും ഇല്ല കേട്ടോ ഈ അച്ചാറിന്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് നാൾ ഇരിക്കണം, വിദേശത്തൊക്കെ കൊടുത്തു വിടാനൊക്കെ ഉള്ളതാണെങ്കിൽ അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ വെയിലിന് ഇതൊന്ന് വെയിൽ കിട്ടൊരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ച് ഈ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാങ്ങാച്ചാറിട്ട ഒരാഴ്ചയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന കാര്യം തന്നെ സംശയം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ചെറിയ ജീരകം, ഇത് മൂന്നൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ രീതിയിൽ ലോ ഫ്ലെയിം ഇട്ടത് മൊരിച്ചെടുക്കണം, കരിഞ്ഞു പോകരുത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഉലുവായൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അത് പൊരിയുന്നുണ്ട് കേട്ടോ. അതുപോലെ പൊരിഞ്ഞൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. ഇറക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. കടുവൊക്കെ പൊരിഞ്ഞ് ഉരുവൊക്കെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. ആറിയിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മളൊരു വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുക. ഒരു അര മുക്കാൽ കപ്പോളം കാണും ഇഞ്ചി. ആ ഇഞ്ചിയും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി അരിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറുത്ത് കോരി കേട്ടോ.
എല്ലാം വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോയി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വാടി കിട്ടണം, അത്രയും മതി കേട്ടോ. ആ പച്ചപ്പൊങ്ങൊന്ന് മാറണം. പച്ചപ്പ് മാറി ഇത് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മുറിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത് ഈ എണ്ണയ്ക്കകത്ത് ഇടാൻ പോകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളകാണ്. അതും ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മുളകാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത മാങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം കേട്ടോ. ചെറുത് വലുതുമായിട്ട് ഒരു 250 ഗ്രാം കാണുമായിരിക്കും മുളക്. നല്ലപോലെ മുരിച്ചെടുക്കും. നമ്മുടെ മുളക് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് കോരിയെടുക്കാം. മുളകെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം. നമുക്ക് ഈ വറുത്തെടുത്ത മുളകെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അവിടെ കടുവും ജീരകവും ഉലുവായും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ട് ഇതേമാതിരി പൊടിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ പുരട്ടി വെച്ച മാങ്ങയിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കടുവും ജീരകവും ഉലുവായും എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ആ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മുളക് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച് പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ പൊടിയൊക്കെ നല്ല മണമാണ് കേട്ടോ. ജീരകമൊക്കെ വറുത്ത് പൊടിച്ചപ്പോൾ നല്ല മണമാണ്. ഇനി നമ്മൾ ഈ പൊടികളുടെ മുകളിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മുളക് വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ നമുക്ക് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയുടെ ആവശ്യമേ അല്ല ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ആ എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ അടി കൂട്ടി ഇളക്കി ഈ പൊടികളെല്ലാം മാങ്ങായി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മണവും വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വരും. അതുപോലെ മണം കേൾക്കുമ്പോഴേ ആളുകൾ വരും. അത്രയ്ക്ക് നല്ല മണമാണ്. ഇത് വറുത്ത് പൊടിച്ചതിൻ്റെയൊക്കെ നല്ല മണമാണ്. ഇങ്ങനെ മാങ്ങാച്ചാറിട്ട് ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ വീട്ടിൽ തീർക്കും കേട്ടോ. പിന്നെ വിദേശത്തൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ കേടാവുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇട്ട് വെച്ചിരുന്ന വീട്ടിലുള്ളവർ കഴിച്ച് തീർക്കുമെന്നാണ് പറഞ്ഞത്. വിദേശത്തൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാങ്ങ ആദ്യം പുരട്ടിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി വെള്ളമയം എല്ലാം പറ്റിച്ചിട്ട് ഇതേപോലെ നമ്മൾ പൊടികളെല്ലാം പൊടിച്ച് ചേർത്ത് വെച്ചിരുന്ന എത്ര നാൾ അല്ലെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും കേടുകൂടായിരുന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാപ്പെരട്ടാണിത് കേട്ടോ. മാങ്ങാപ്പെരട്ട് എന്നൊക്കെ പറയും. ഇപ്പം മാങ്ങാ സീസണാണ്. മാങ്ങയ്ക്ക് വിലക്കുറവാണ്. പച്ചമാങ്ങ എല്ലായിടവും കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അച്ചാർ പ്രിയർക്ക് വേണ്ടി ഇഷ്ടംപോലെ തരത്തിലുള്ള അച്ചാറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അച്ചാറിൻ്റെ മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരാഴ്ചയായി കാണത്തേ ഉള്ളൂ. ഞാൻ എണ്ണമാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയുടെ വെറൈറ്റി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്ര വർഷം വേണമെങ്കിലും കേടാവായിരിക്കും. കുറഞ്ഞത് 5 വർഷത്തോളം വരെ നമുക്കത് ഭരണിയിലും കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെച്ചേക്കാം. മാങ്ങാ സീസൺ അല്ലാത്ത സമയത്ത് നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ എല്ലാ കുട്ടികളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.